ലക്ഷദ്വീപിന്റെ സമഗ്ര മത്സ്യബന്ധന വികസനത്തിനായുള്ള പെർസ്പെക്റ്റീവ് പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ കൺസൾട്ടേഷൻ യോഗം ചേർന്നു. കേന്ദ്ര മത്സ്യബന്ധന മന്ത്രാലയത്തിന്റെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയ്ക്ക് കീഴിലാണ് യോഗം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപ് മത്സ്യമേഖലയുടെ ഭാവി വികസനത്തിനായുള്ള ഒരു സമഗ്ര റോഡ് മാപ്പ് രൂപീകരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. കേന്ദ്ര മത്സ്യബന്ധന വകുപ്പ്, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ്, ലക്ഷദ്വീപ് ഭരണകൂടം, ICAR സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികളും സംരംഭകരും യോഗത്തിൽ പങ്കെടുത്തു. ഒത്തുചേരുകയുണ്ടായി. ലക്ഷദ്വീപിന്റെ ഫിഷറീസിന്റെ സെക്രട്ടറിയായ ശ്രീ രാജ് തിലക് IAS അവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയുടെ ഉദ്ദേശം ലക്ഷദ്വീപിൽ മത്സ്യബന്ധനവും മത്സ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളിൽ കൂടുതൽ ഉണർവുണ്ടാക്കാനും നമ്മൾ ശാസ്ത്രീയമായി ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത പദ്ധതികൾ, വികസിപ്പിച്ചെടുത്ത മറ്റ് ടെക്നോളജികൾ എല്ലാം ലക്ഷദ്വീപിൻ്റെ സുസ്ഥിര മത്സ്യമേഖലയുടെ വികസനത്തിന് ഉപയോഗിക്കാനായി ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ PMMSY പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന രണ്ടാമത്തെ എഡിഷൻ വരുമ്പോൾ ഏതൊക്കെ പുതിയ പദ്ധതികൾ അതിൽ ഉൾപ്പെടുത്താം എന്നുള്ള ആലോചനയും ഈ യോഗത്തിൽ നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലമായി